ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ജैसा സവാൽ വൈസാ ജവാബ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം. ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. तुम्हारी बात. ख्वाजा सरा के तीनों सवालों का क्या कोई और जवाब हो सकता है? अपने मन से सोच कर लिखो. ख्वाജ സര 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ 3 ചോദ്യങ്ങൾക്ക് വേറെ ഉത്തരങ്ങളും പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ഹോ സക്താ ഹെ. ख्वाജ സര का पहला सवाल था. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? संसार का केंद्र कहाँ है? ഈ ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? इस सवाल का जवाब हो सकता है. ഈ ക്വസ്റ്റ്യന് ഇങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം. हिमालय की सबसे ऊंची चोटी की सबसे ऊंची जगह ही संसार का केंद्र है. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ലോകത്തിൻ്റെ കേന്ദ്രം എന്നെഴുതാം. ख्वाजा സര നാബ്കർ ദേഖ്ലെ. സംശയമുണ്ടെങ്കിൽ ख्वाजा സര അളന്നു നോക്കിക്കോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദൂസര സവാൽ താ ആകാശ് മേ കിത്തനെ താരേ ഹെ. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? അതിന് നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ഇസ്കാ ഉത്തർ ഹോ സക്താ ഹെ ഏക് ബോരി സർസോ മേ ജിത്തനെ ദാനെ ഹെ ആകാശ് മേ ഉത്തനെ ഹി താരേ ഹെ. ഒരു ചാക്കിൽ എത്ര കടുകുമണികൾ ഉണ്ടാകും? ഒരു ചാക്ക് നിറയെ എത്ര കടുകുമണികൾ ഉണ്ടാകും? അത്രയ്ക്ക് നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട് എന്ന് എഴുതാം. ख्वाजा സര ദാനോ കോ ഗിൻകർ ദേഖ് സക്തേ ഹെ. ഈ സംശയമുണ്ടെങ്കിൽ ख्वाजा സര ഈ ചാക്കിലുള്ള കടുകുമണികൾ എണ്ണി നോക്കിക്കോട്ടെ. തീസറ സവാൽ താ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? संसार की आबादी कितनी है? ഈ ലോകത്തിലെ ജനസംഖ്യ എത്രയാണ്? അതിനെങ്ങനെ ഉത്തരം എഴുതാം? इसका उत्तर हो सकता है ख्वाजा के सिर और दाढ़ी में जितने बाल है संसार की आबादी उतनी ही है. ख्वाजा സരായുടെ തലയിലും താടിയിലുമൊക്കെ എത്ര മുടികളുണ്ട്? അത്രയ്ക്ക് ജനസംഖ്യയുമുണ്ട് എന്നെഴുതാം. वो चाहे तो अपनी दाढ़ी और अपने सिर को मुंडवाकर गिनती कर ले. അദ്ദേഹത്തിന് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ മുടിയും താടിയുമൊക്കെ അദ്ദേഹം മൊട്ടയടിച്ചിട്ട് എണ്ണി നോക്കിക്കോട്ടെ എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? അഗർ തും ख्वाजा സരാ കി ജഗഹ പർ ഹോത്തെ തോ. അഥവാ നിങ്ങൾ ख्वाजा സരായുടെ സ്ഥാനത്താണെങ്കിൽ ബീർബൽ കോ ഹരാനെ കെ ലിയെ കോൺ സെ സവാൽ പൂച്ച്തേ. ബീർബലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുക? നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം. अगर मैं ख्वाजा सरा की जगह पर होता तो बीरबल को हराने के लिए यह सवाल पूछता. बादशाह का कहना है कि बीरबल मूर्ख है, उसे देश निकाला दे देना चाहिए. രാജാവ് പറയുന്നു ബീർബൽ വിഡ്ഢിയാണ്, അദ്ദേഹത്തെ ഈ രാജ്യം പുറത്താക്കണം. ബാദ്ഷാനെ ജൂട്ട് ബോല യ സച്ച്. രാജാവ് സത്യമാണോ പറയുന്നത് കള്ളമാണോ പറയുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ക്വസ്റ്റ്യൻ ख्वाजा सरा का बस चलता तो वे बीरबल को हिंदुस्तान से निकाल देते. ख्वाजा സരായുടെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാം നടക്കുന്നതെങ്കിൽ, അധികാരത്തിലാണ് എല്ലാം നടക്കുന്നതെങ്കിൽ അദ്ദേഹം ബീർബലിനെ ഭാരതത്തിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. അഗർ തുമാരാ ബസ് ചലേ തോ തും കോൺ സി ഇച്ഛായെ പൂരി കർണ ചാഹോഗെ. അഥവാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാം നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ പൂർത്തിയാക്കുക? ഇതും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം. അഗർ മേരാ ബസ് ചലേ തോ മേ അപ്നി കാർ സെ പൂരി ദുനിയാ കി സൈർ കരോ. അഥവാ എൻ്റെ അധികാരത്തിലാണ് എല്ലാം നടക്കുന്നതെങ്കിൽ ഞാൻ കാറിൽ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങും. संसार की तरह तरह की चॉकलेट फ्रिज में रखकर समय समय पर उसका आनंद लो. ഈ ലോകത്തിലുള്ള പലതരത്തിലുള്ള ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ അതെടുത്ത് കഴിക്കും. सुपरमैन बन जाओ और संसार के सभी अपराधियों को पकड़कर जेल में कैद कर लो. സൂപ്പർമാൻ ആയിട്ട് മാറും, എന്നിട്ട് ലോകത്തിലുള്ള എല്ലാ അപരാധികളെയും പിടിച്ചിട്ട് ജയിലിൽ അടയ്ക്കും. ഇങ്ങനെയൊക്കെ എഴുതാം. അത് ബസ്. നീച്ചെ ലിഖേ വാക്യ പഠോ. ഇവിടെ ബസ് എന്ന വേർഡിന് പലതരത്തിലുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. മേ ബസ് മേ ബാഠ്കർ സ്കൂൾ ജാത്തി. ഇവിടെ എന്താണ് അർത്ഥം? ഞാൻ ബസ്സിൽ ഇരുന്നു കൊണ്ട് സ്കൂളിൽ പോകുന്നു. ख्वाजा सरा का बस चलता तो वे बीरबल को निकाल देते. ख्वाजा സരായുടെ അധികാരമാണ് നടക്കുന്നതെങ്കിൽ, തന്നിഷ്ടമാണ് നടക്കുന്നതെങ്കിൽ അദ്ദേഹം ബീർബലിനെ പുറത്താക്കുമായിരുന്നു. ഇവിടെയോ ബസ് അബ് റുക് ജാओ. മതി, ഇനി നിൽക്കൂ.
ഇവിടെയോ ബസ് 2 दिन की तो बात है मैं आ जाऊंगी. 2 ദിവസത്തെ മാത്രം കാര്യമേ ഉള്ളൂ, ഞാൻ എന്നിട്ട് വരും. പലതരത്തിലുള്ള അർത്ഥങ്ങളാണ് ഇവിടെ ബസ് എന്ന വേർഡിന് വന്നിരിക്കുന്നത്. ऊपर लिखे वाक्यों में बस शब्द के अर्थ अलग अलग है. अब इसी तरह चल शब्द से वाक्य बनाओ. അതേപോലെ ചൽ എന്ന ശബ്ദം കൊണ്ട് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കണം. ഏതൊക്കെ വേർഡ്സാണ് കൊടുത്തത്? ചൽ, ചൽ ചൽ, ചല, ചലേ, ചൽന, ചൽത്തി, ചലോ. ആദ്യം ചൽ. നമുക്കെങ്ങനെ എഴുതാം? ബീച്ച് സഡക് പർ മത് ചൽ. നടു റോഡിലൂടെ നടക്കരുത്. അടുത്തതോ ചൽ ചൽ. മേ തോ ചൽ ചൽ കി ഥക് ഗയ. ഞാൻ നടന്ന് നടന്ന് ക്ഷീണിച്ചു പോയി. അടുത്തത് ചല. തും ബേട്ടോ മേ തോ ചല. നീ ഇരുന്നോളൂ, നിങ്ങൾ ഇരുന്നോളൂ, ഞാൻ പോവുകയാണ്. അടുത്തത് ചലേ. ആ ഷാംകോ മാമാജിക്ക് ഘർ ചലേക്ക. ഇന്ന് വൈകുന്നേരം മാമാജിയുടെ വീട്ടിലേക്ക് പോകാം. അടുത്തത് ചൽന. അബ് ഹമേ ചൽന ചാഹിയേ. ഇനി നമുക്ക് പോകാം. അത് ചൽത്തി. ചൽത്തി ട്രെയിൻ സെ നഹി ഉത്തർന ചാഹിയേ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങരുത്. അടുത്തത് ചലോ. ചലോ അബ് പഠായി കരോ. ഇനി നമുക്ക് പഠിക്കാം. അടുത്തത് ബഡേ കഹാനി. ഏക് ദിൻ അക്ബർ നെ ബീർബൽ സെ പൂച്ച. ഒരു ദിവസം അക്ബർ രാജാവ് ബീർബലിനോട് ചോദിച്ചു, ബീർബൽ, ദുനിയാമേ സബ്സെ അധിക് ശക്തിശാലി കോൺ ഹെ. ഈ ലോകത്തിലെ ഏറ്റവും അധികം ശക്തിയുള്ളവൻ ആരാണ്? ബീർബലിനെ ക്യാ കഹാ ഹോഗ. ബീർബൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കഹാനി ആകെ പഠാവോ. ഈ കഥ നിങ്ങൾ മുഴുവനാക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഏക് ദിൻ അക്ബർ നെ ബീർബൽ സെ പൂച്ച, ദുനിയാമേ സബ്സെ ശക്തിശാലി കോൺ ഹെ. ഒരു ദിവസം അക്ബർ ബീർബലിനോട് ചോദിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും അധികം ശക്തിയുള്ളവൻ ആരാണ്? ബീർബലിനെ കഹ ജഹാംപന ഗോദ് മേ ബൈഠനെ വാല ബച്ച. മഹാരാജാവെ, മടിയിലിരിക്കുന്ന ഒരു കുഞ്ഞാണ് എന്ന് ബീർബൽ ആൻസർ പറഞ്ഞു. അക്ബറിനെ കഹ യേ ഹോ ഹി നഹി സക്ത. ഇതൊരിക്കലും സംഭവിക്കില്ല. इस पर बीरबल ने कुछ दिनों बाद एक छोटे से बच्चे को अनुमति मांगकर उनकी गोद में बिठा दिया. അതിനുശേഷം ബീർബൽ എന്ത് ചെയ്തു? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ കുഞ്ഞിനെ അക്ബർ രാജാവിൻ്റെ മടിയിലിരുത്തി. അക്ബർ രാജാവിനോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തി. ബച്ച ഖേൽത്ത രഹ. കുട്ടി കളിച്ചുകൊണ്ടേയിരുന്നു. वो कभी मारता कभी जिद करता और कभी अकबर की मूंछ पकड़ता. ആ കുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ചിലപ്പോഴൊക്കെ അക്ബർ രാജാവിനെ അടിച്ചു, ചിലപ്പോൾ വാശി പിടിച്ചു കളിച്ചു, ചിലപ്പോൾ അക്ബറിൻ്റെ മീശയിൽ പിടിച്ചു. ഇസ് പർ ബീർബലിനെ കഹ. അപ്പോൾ ബീർബൽ പറഞ്ഞു, ദേഖ മഹാരാജ്, ജോ ബച്ച ഗോദ് മേ ഹെ ഉസ്നെ ആപ്കി മൂഞ്ച് പക്കട്ട്ലി. നോക്കൂ മഹാരാജാവേ, ഈ കുട്ടി, നിങ്ങളുടെ മടിയിലിരിക്കുന്ന കുട്ടി നിങ്ങളുടെ മീശ പിടിച്ചിരിക്കുന്നു. ജബ്കി ഏസാ കർണേക്ക് കിസിക്ക് ഹിമ്മത്ത് നെയ് ഹെ. ഇങ്ങനെ ചെയ്യാൻ വേറെ ആർക്കും ധൈര്യമുണ്ടാകില്ല. അക്ബർ ബീർബൽ കി ബുദ്ധിമാനി പർ ബഹുത് ഖുശ് ഹുവ. അപ്പോൾ അക്ബർ രാജാവ് ബീർബലിൻ്റെ ബുദ്ധിയിൽ വളരെയധികം സന്തുഷ്ടനായി. അത് കോജോ കഹാനിയ. കഥകൾ കണ്ടെത്തണം. ബീർബൽ കി ചതുരായിക്ക് കിസ്സെ ബഹുത് മഷൂർ ഹെ. ബീർബലിൻ്റെ സാമർത്ഥ്യത്തിൻ്റെ, ബുദ്ധിയുടെ കഥകൾ വളരെയധികം പ്രസിദ്ധമാണ്. तुम भी बीरबल का एक ऐसा ही किस्सा ढूंढो जिसमें वो अपने जवाबों से सबका मुंह बंद कर देता है. ബീർബലെ, എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിന് അതിനനുസരിച്ചിട്ടുള്ള ആൻസർ കൊടുക്കുന്ന അങ്ങനെയുള്ള കഥകൾ നിങ്ങളും കണ്ടെത്തണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? അക്ബറിനെ ऐलान किया, जो व्यक्ति सारी रात नंगे बदन इस नदी के पानी में खड़ा रहेगा उसे मेरी तरफ से भारी इनाम मिलेगा. ഒരിക്കൽ അക്ബർ രാജാവ് അനൗൺസ് ചെയ്തു, ഏത് വ്യക്തിയാണോ രാത്രി മുഴുവൻ നഗ്നനായിട്ട് ഈ നദിയിലെ വെള്ളത്തിൽ നിൽക്കുന്നത്, അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് നിന്ന് നല്ല വിലപിടിപ്പുള്ള സമ്മാനം ലഭിക്കും. ये ऐलान सुनकर एक गरीब ब्राह्मण ऐसा करने के लिए तैयार हो गया. ഈ പ്രഖ്യാപനം കേട്ടിട്ട് ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. वो पूरी रात नंगे बदन नदी के ठंडे जल में खड़ा रहा. അദ്ദേഹം രാത്രി മുഴുവൻ ഈ നദിയിലെ തണുത്ത വെള്ളത്തിൽ നിന്നു, നഗ്നനായിട്ട് നിന്നു. അഗ്ലി സുബ ഉസ്നെ ദർബാർ മേ അക്ബർ സെ അപ്ന ഇനാം മാംഗ. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ദർബാറിലെ രാജസദസ്സിൽ അക്ബർ രാജാവിനോട് തൻ്റെ സമ്മാനം ചോദിച്ചു. അക്ബറിനെ ഉസ്സെ പൂച്ച, തും പൂരി രാത് കേസെ കടക്തി ടണ്ട് മേ പാനി മേ കടേ രഹേ. അപ്പോൾ അക്ബർ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ രാത്രി മുഴുവൻ ഈ കൊടും തണുത്ത വെള്ളത്തിൽ നിന്നത്? वो ब्राह्मण बोला, राजन आपके महल में एक दिया जल रहा था,
മഹാരാജാവേ, താങ്കളുടെ കൊട്ടാരത്തിൽ ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. ഉസ്കി ലോ കോ ദേഖ്തെ ഹുവേ മേനെ പൂരി രാത് ബിതാ ദി. അതിൻ്റെ ജ്വാല നോക്കിക്കൊണ്ട്, അതിൻ്റെ വെളിച്ചം നോക്കിക്കൊണ്ട് ഞാൻ രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. ഇസ് പർ അക്ബർ ബോല. ഇത് കേട്ടപ്പോൾ അക്ബർ രാജാവ് പറഞ്ഞു, ഹേ ബ്രാഹ്മൺ, ഫിർ തോ ആപ് ഇനാം കെ ഹക്ദാർ നഹീ ഹെ. ബ്രാഹ്മണ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മാനത്തിന് അർഹനല്ല. ഉസ് ദിയെ കി ഊഷ്മ സേ ഹി ആപ്കോ ഗർമി മിലി ഹെ. ആ വിളക്കിൻ്റെ ചൂട് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചൂട് ലഭിച്ചത്. അത് അക്ബറിനെ ഇനാം ദേനെ സെ മനാ കർ ദിയ. അതായത് അക്ബർ രാജാവ് സമ്മാനം കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറി, സമ്മാനം കൊടുക്കില്ലെന്ന് പറഞ്ഞു. യേ അച്ഛാ നഹി ലഗ. ബീർബലിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അഗ്ലേ ദിൻ ബീർബലിനെ അക്ബർ വ അന്യ ദർബാറിയോं को खिचड़ी खाने का निमंत्रण दिया. അടുത്ത ദിവസം ബീർബൽ അക്ബർ രാജാവിനെയും മറ്റു രാജസദസ്സിലെ അംഗങ്ങളെയും കിച്ചടി കഴിക്കാനായിട്ട് ക്ഷണിച്ചു. സബ് സഹി സമയ പർ പഹുഞ്ച് ഗയേ. എല്ലാവരും ശരിയായ സമയത്ത് തന്നെ എത്തിച്ചേർന്നു. പരന്തു ബീർബൽ കാ കുച്ച് പത്താ നഹീ താ. പക്ഷേ ബീർബലിനെ കുറിച്ചുള്ള ഒരു അറിവുമില്ലായിരുന്നു. ബീർബൽ അവിടെ എത്തിച്ചേർന്നില്ല. ഭൂഖെ മാരെ സബ്കാ ബുരാ ഹാൽ താ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അക്ബറിനെ സിപ്പാഹി സെ കഹ. അക്ബർ രാജാവ് സിപ്പാഹിയോട് പറഞ്ഞു, ജാओ देखो ബീർബൽ को इतनी देर क्यों हो रही है. പോയിട്ട് നോക്കൂ, ബീർബൽ ഇത്രയും നേരം വൈകുന്നത് എന്തുകൊണ്ടാണ്. തോടി ദേർ പശ്ചാത് സിപ്പാഹി ആയ और बोला. കുറച്ച് സമയത്തിന് ശേഷം സിപ്പാഹി വന്നു. എന്നിട്ട് പറഞ്ഞു, ജഹാംപന കിച്ചടി പക് രഹി ഹെ. മഹാരാജാവെ, കിച്ചടി വെന്തുകൊണ്ടിരിക്കുകയാണ്. ബഹുത് ദേർ ഹോ ഗയി പരന്തു കിച്ചടി പരോസി നഹി. കുറേ സമയം കഴിഞ്ഞു, പക്ഷെ കിച്ചടി എന്നിട്ടും വിളമ്പിയില്ല. അക്ബറിനെ ഇസ് ബാർ ഫിർ പൂച്ച ക്യാ ബാത് ഹെ. അക്ബർ രാജാവ് പിന്നീട് ചോദിച്ചു, എന്താണ് കാര്യം. ദേർ ക്യോ ഹോ രഹി ഹെ. എന്താണ് ഇത്രയ്ക്ക് വൈകുന്നത്. ബീർബലിനെ കഹ. അപ്പോൾ ബീർബൽ പറഞ്ഞു, ജഹാംപന കിച്ചടി പക് രഹി ഹെ. മഹാരാജാവെ, കിച്ചടി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇസ് ബാർ അക്ബറിനെ ഉസെ ദേഖ്നെ കി ഇച്ഛ സാഹിർ കി. ഈ പ്രാവശ്യം അക്ബർ രാജാവ് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ജബ് അക്ബറിനെ വഹാ ജാകർ ദേഖ. അക്ബർ രാജാവ് അവിടെ പോയിട്ട് നോക്കിയപ്പോൾ ദൂർ ഊഞ്ചായി പർ ഹാണ്ടി ലട്ടക് രഹി തി. നല്ല ഉയരത്തിൽ മുകളിലായിട്ട് ഒരു മൺപാത്രം തൂക്കിയിട്ടിരിക്കുന്നു. ഓർ ഉസ്കെ നീച്ചെ തോടി ആഗ് ജല രഹി തി. അതിന് താഴെയായിട്ട് കുറച്ച് തീയും കത്തുന്നുണ്ടായിരുന്നു. അക്ബർക്കോ ബഹുത് ഗുസ്സായ. അക്ബർ രാജാവിന് വളരെയധികം ദേഷ്യം വന്നു. ഉസ്നെ ബീർബൽ സെ ഏസാ കർനെ കാ കാരൺ പൂച്ച. അദ്ദേഹം ബീർബലിനോട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ചോദിച്ചു. ബീർബലിനെ കഹ. ബീർബൽ പറഞ്ഞു, ജഹാംപന മഹാരാജാവേ, ജബ് ദൂർ സെ ആത്തി ദിയെ കി റോഷ്നി കി ഊഷ്മാ സെ ബ്രാഹ്മൺ കോ ഗർമി മിൽ സക്തി ഹെ. ദൂരെ നിന്നുള്ള വിളക്കിൻ്റെ വെളിച്ചം കൊണ്ട് ഈ ബ്രാഹ്മണന് നദിയിൽ ചൂട് ലഭിക്കുന്നുണ്ടെങ്കിൽ തോ യേ കിച്ചടി ക്യോ നഹി പക് സക്തി. അങ്ങനെയാണെങ്കിൽ ഈ കിച്ചടി എന്തുകൊണ്ട് വേവില്ല. അക്ബർ ബീർബൽ കി ബുദ്ധിമാനി പർ ഖുഷ് ഹുവേ ഓർ ഉസ് ബ്രാഹ്മൺ കോ ബുലാക്കർ ഇനാം ദിയ. അക്ബർ രാജാവിന് ബീർബലിൻ്റെ ബുദ്ധിയിൽ വളരെയധികം സന്തോഷമായി. ആ ബ്രാഹ്മണനെ വിളിച്ചിട്ട് അദ്ദേഹം സമ്മാനം കൊടുക്കുകയും ചെയ്തു. അത് ബീർബൽ की तरह बहुत से अन्य व्यक्तियों की हाजिर जवाबी के किस्से प्रसिद्ध है. ബീർബലിനെ പോലെ തന്നെ വളരെയധികം വേറെയും ആളുകളുണ്ട് ഇതേപോലെ പെട്ടെന്ന് ഉത്തരം പറയുന്ന, അതായത് പെട്ടെന്ന് പ്രതികരിക്കുന്ന. ഹാസിർ ജവാബി എന്ന് പറഞ്ഞാൽ തുരന്ത് ജവാബ് ദേന, പെട്ടെന്ന് ഉത്തരം പറയുക. അങ്ങനെയുള്ള പലരുടെയും കഥകൾ പ്രസിദ്ധമാണ്. ഉൻകി നാം പതാകർ. അവരുടെയൊക്കെ പേരുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ്. तेनाली राम, नसीरुद्दीन मुल्ला, शेख चिल्ली. അടുത്തത് एक और शब्द. नीचे लिखे शब्दों की जगह और कौन सा शब्द इस्तेमाल हो सकता है खाली जगह में लिखो. താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ സെയിം മീനിങ് വരുന്ന മറ്റൊരു വേർഡ് കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്. നല്ല ബുദ്ധിയുള്ള, നല്ല അറിവുള്ള. സെയിം മീനിങ് വരുന്ന മറ്റൊരു വേർഡ് ഏതാണ്. ബുദ്ധിമാൻ അക്കൽമന്ത്. അഭിമാൻ, അഭിമാൻ എന്ന് പറഞ്ഞാൽ ഗമണ്ട്, അഹങ്കാരം. സൻസാർ ലോകം, ദുനിയ. മൂർക്ക് വിഡ്ഢി, അപ്പോൾ ബേവക്കൂഫ് എന്ന് എഴുതാം. വിശ്വാസ് വിശ്വാസം, യക്കീൻ എന്ന് എഴുതാം. കോശിഷ് പ്രയത്നം, പ്രയത്നിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക, പരിശ്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് മുഹാവരെ. മുഹാവരെ എന്ന് പറഞ്ഞാൽ ഭാഷാ ശൈലികൾ. नीचे लिखे മുഹാവര का इस्तेमाल तुम कब कब कर सकते हो. താഴെ കൊടുത്തിരിക്കുന്ന ഭാഷാ ശൈലികൾ നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക. ആപസ് മേ ചർച്ച കരെ. അബ് ഇൻകാ വാക്യോ മേ ഇസ്തമാൽ കരെ. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുക, എന്നിട്ട് ഇത് വാക്യത്തിൽ പ്രയോഗിക്കുക.
നാക് ബോ സിക്കോഡന. നാക് ബോ സിക്കോഡന എന്ന് പറഞ്ഞാൽ എന്താണ്? കിസി ചീസ് കാ പസന്ത് ന ആന. അതായത് ചില സാധനങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ, ദേഷ്യം വരുമ്പോഴുള്ള എക്സ്പ്രഷൻ. കലയി ഖുൽന എന്ന് പറഞ്ഞാൽ അസ്ലിയത്ത് പത്താ ചലന, സത്യം എന്താണെന്ന് മനസ്സിലാവുക, കള്ളത്തരം പൊളിയുക. നാക് ബോ സിക്കോഡന. ഗീത കാ നാം സുൻതേ ഹി നീന നാക് ബോ സിക്കോഡനെ ലഗ്തി ഹെ. അപ്പോൾ ഗീതയുടെ പേര് കേൾക്കുമ്പോഴേക്കും നീനയ്ക്ക് ദേഷ്യം വരുന്നു. കലയി ഖുൽന. ഉസ്കി കർത്തൂത്ത് കാ പത്താ ലഗ്തേ ഹി സബ്കെ സാമനെ ഉസ്കി കലയി ഖുൽ ഗയി. കർത്തൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുരാ കർമ്മ, ചീത്ത കാര്യങ്ങൾ. അദ്ദേഹം ചെയ്തിട്ടുള്ള ചീത്ത കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹത്തിൻ്റെ കള്ളത്തരം പൊളിഞ്ഞു, അദ്ദേഹത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലായി.